റഷ്യയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചിട്ടാണ്. ലോക ചരിത്രത്തിൽ വരുന്ന 5-ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1853 മുതൽ 1856 വരെ റഷ്യയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം. 1853 മുതൽ, നോട്ട് ചെയ്യുക, 1853 മുതൽ 1856 വരെ റഷ്യയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ്? ക്രിമിയൻ യുദ്ധമാണ് റഷ്യയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധം. ആ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. ക്രിമിയൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. 1853 മുതൽ 1856 വരെ റഷ്യയും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് ക്രിമിയൻ യുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ, 1917 റഷ്യൻ വിപ്ലവകാലത്തെ ഭരണാധികാരി ആരായിരുന്നു? 1917 റഷ്യൻ വിപ്ലവകാലത്തെ, അപ്പോൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. ആ സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ആരാണ്? സർ നിക്കോളാസ് രണ്ടാമനാണ് 1917 റഷ്യൻ വിപ്ലവകാലത്തെ ഭരണാധികാരി. സർ നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവകാലത്തെ ഭരണാധികാരി. റഷ്യയിലെ ഭരണാധികാരികൾ സർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റഷ്യയിലെ ഭരണാധികാരികൾ സർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. റോമനോവ് വംശജരായിരുന്നു സർ ചക്രവർത്തിമാർ. റോമനോവ് വംശജരായിരുന്നു സർ ചക്രവർത്തിമാർ. സർ ചക്രവർത്തിമാരുടെ ശീതകാല വസതിയാണ് വിൻ്റർ പാലസ്. സർ ചക്രവർത്തിമാരുടെ ശീതകാല വസതിയാണ് വിൻ്റർ പാലസ്. റഷ്യ ഭരിച്ച അവസാനത്തെ സർ ചക്രവർത്തിയാണ് സർ നിക്കോളാസ് രണ്ടാമൻ. റഷ്യ ഭരിച്ച അവസാനത്തെ സർ ചക്രവർത്തിയാണ് സർ നിക്കോളാസ് രണ്ടാമൻ. 1917 സർ ചക്രവർത്തിയെ പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. 1917 സർ ചക്രവർത്തിയെ പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവമാണ് 1-ാം ഘട്ട റഷ്യൻ വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 1-ാം ഘട്ട റഷ്യൻ വിപ്ലവം. അപ്പോൾ 1917 സർ ചക്രവർത്തിയെ പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം, അല്ലെങ്കിൽ 1-ാം ഘട്ട റഷ്യൻ വിപ്ലവം. ഓക്കെ, നമ്മൾ പറഞ്ഞത് റഷ്യയിലെ ഭരണാധികാരികൾ സർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. റോമനോവ് വംശജരായിരുന്നു സർ ചക്രവർത്തിമാർ. റഷ്യ ഭരിച്ച അവസാനത്തെ സർ ചക്രവർത്തിയാണ് സർ നിക്കോളാസ് രണ്ടാമൻ. 1917 സർ ചക്രവർത്തിയെ പുറത്താക്കിയ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 1-ാം ഘട്ട റഷ്യൻ വിപ്ലവം. ഓക്കെ, അങ്ങനെ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് മെൻഷെവിക്കുകളുടെ നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരം പിടിച്ചെടുത്തതിനാൽ അത് മെൻഷെവിക് വിപ്ലവം എന്നറിയപ്പെടുന്നു. നോട്ട് ചെയ്യുക, ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് മെൻഷെവിക്കുകളുടെ നേതാവായ കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം കഴിഞ്ഞപ്പോൾ മെൻഷെവിക്കുകളുടെ നേതാവായിട്ടുള്ള കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് അധികാരം പിടിച്ചെടുത്തത്. അതിനാൽ അത് മെൻഷെവിക് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, 1917 ഒക്ടോബറിൽ റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്ത സംഭവം ഒക്ടോബർ വിപ്ലവം. 1917 ഒക്ടോബറിൽ റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്ത സംഭവമാണ് ഒക്ടോബർ വിപ്ലവം, അതായത് 2-ാം ഘട്ട റഷ്യൻ വിപ്ലവം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ സന്യാസി. റഷ്യൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ സന്യാസിയാണ് റാസ്പുട്ടിൻ. റഷ്യൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ സന്യാസിയാണ് റാസ്പുട്ടിൻ. റാസ്പുട്ടിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിരുന്ന സർ നിക്കോളസിൻ്റെ ഭാര്യയാണ് അലക്സാൻഡ്രിയ. റഷ്യൻ വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ എഴുത്തുകാരെ കൂടി നോട്ട് ചെയ്യുക. ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ദസ്തയോവ്സ്കി.
റഷ്യൻ വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ എഴുത്തുകാരാണ് ലിയോ ടോൾസ്റ്റോയി, മാക്സിം ഗോർക്കി, ദസ്തയോവ്സ്കി. നെക്സ്റ്റ്, റഷ്യൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഡ്യൂമ എന്നാണ്. റഷ്യൻ പാർലമെൻറ്റ് ഡ്യൂമ. ദെൻ ബോൾഷെവിക് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലെനിൻ. ബോൾഷെവിക് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലെനിനാണ്. ലെനിൻ രൂപീകരിച്ച സൈന്യമാണ് ചെമ്പട. ബോൾഷെവിക് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ലെനിനാണ്. ലെനിൻ രൂപീകരിച്ച സൈന്യമാണ് ചെമ്പട. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാം ഘട്ട റഷ്യൻ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. നടന്നത് 1917 മാർച്ചിലാണ്. മാർച്ചിൽ നടന്ന വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം. ലോക കലണ്ടർ അനുസരിച്ച് റഷ്യൻ വിപ്ലവം നടന്നത് 1917 മാർച്ച് 12 ആയിരുന്നു. ദെൻ ഫെബ്രുവരി വിപ്ലവ സമയത്ത് ലെനിൻ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ഫെബ്രുവരി വിപ്ലവ സമയത്ത് ലെനിൻ എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലായിരുന്നു. നെക്സ്റ്റ്, രണ്ടാം ഘട്ട റഷ്യൻ വിപ്ലവം ഏതാണ്? ഒക്ടോബർ വിപ്ലവം. നടന്നത് 1917 നവംബറിലാണ്. 1917 നവംബറിലാണ് ഒക്ടോബർ വിപ്ലവം നടന്നത്. നേതാവ് ആരാണ്? ഒക്ടോബർ വിപ്ലവത്തിൻ്റെ നേതാവ് ലെനിനാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. നോട്ട് ചെയ്യുക. അധികാരം സോവിയറ്റുകൾക്ക്, ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും. ഇത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. എന്താണ്? അധികാരം സോവിയറ്റുകൾക്ക്, ഭൂമി കൃഷിക്കാർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും. ഇത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. നെക്സ്റ്റ്, റെഡ് ആർമിയുടെ നേതാവ് ആരാണ്? റെഡ് ആർമിയുടെ നേതാവ് ട്രോട്സ്കി. റെഡ് ആർമിയുടെ നേതാവാണ് ട്രോട്സ്കി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലാദ്യമായി ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്ന വിപ്ലവം ഏതാണ്? ലോകത്തിലാദ്യമായി ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവന്ന വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം. നെക്സ്റ്റ്, ലെനിൻ ആരംഭിച്ച പത്രമാണ് ഇസ്കാര. നെക്സ്റ്റ്, ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സർ സാമ്രാജ്യം അറിയപ്പെട്ടത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. USSR. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സർ സാമ്രാജ്യം അറിയപ്പെട്ടത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ലോകത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് രാജ്യം സോവിയറ്റ് യൂണിയനാണ്. നെക്സ്റ്റ്, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചത് ബോൾഷെവിക് പാർട്ടിയാണ്. നെക്സ്റ്റ്, റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്നറിയപ്പെടുന്നത് ടോൾസ്റ്റോയ് കൃതികളാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. ഓക്കെ, ഇങ്ങനെ വിശേഷിപ്പിച്ചത് ലെനിനാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി ടോൾസ്റ്റോയ് കൃതികളാണ്. USSR രൂപീകരിച്ച വർഷം 1922 ഡിസംബർ 30. USSR രൂപീകരിച്ച വർഷം 1922 ഡിസംബർ 30. ലെനിൻ അന്തരിച്ച വർഷം 1924. യുദ്ധകാല കമ്മ്യൂണിസം എന്ന പരിഷ്കരണ പരിപാടികൾ നടപ്പിലാക്കിയത് ലെനിനാണ്. റഷ്യയിൽ നടപ്പിലാക്കിയത് ലെനിനാണ്. റഷ്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതും ആരാണ്? ലെനിനാണ്. 1921 റഷ്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതും ലെനിനാണ്. ലെനിൻ അന്തരിച്ച വർഷം നോട്ട് ചെയ്യുക, 1924. യുദ്ധകാല കമ്മ്യൂണിസം എന്ന പരിഷ്കരണ പരിപാടികൾ നടപ്പിലാക്കിയത് ലെനിനാണ്. റഷ്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതും ലെനിനാണ്. നെക്സ്റ്റ്, സോവിയറ്റ് യൂണിയനിൽ പുതിയ ഭരണഘടന നിലവിൽ വന്ന വർഷം 1924.
ലെനിൻ്റെ പിൻഗാമിയായിട്ട് ജോസഫ് സ്റ്റാലിൻ. ലെനിൻ്റെ പിൻഗാമി ആരാണ്? ജോസഫ് സ്റ്റാലിൻ. നെക്സ്റ്റ്, ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് സോവിയറ്റ് യൂണിയനാണ് 1929. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് സോവിയറ്റ് യൂണിയനിലാണ്. വർഷം 1929. ദെൻ കൂട്ടുകൃഷി സമ്പ്രദായം റഷ്യയിൽ നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. കൂട്ടുകൃഷി സമ്പ്രദായം നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. നോട്ട് ചെയ്യുക, കൂട്ടുകൃഷി സമ്പ്രദായം ജോസഫ് സ്റ്റാലിൻ. ദെൻ റഷ്യൻ വിപ്ലവം എന്താണ്? ഒരു തൊഴിലാളി വർഗ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം ഒരു തൊഴിലാളി വർഗ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം ഒരു തൊഴിലാളി വർഗ വിപ്ലവമാണ്. ദെൻ 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. 1929 ലോക സാമ്പത്തിക തകർച്ച ബാധിക്കാതിരുന്ന ഏക രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. മാർച്ച് 1917 റഷ്യയിലെ സിസാറിൻ്റെ പതനത്തെ, സിസാർ എന്ന് പറയുന്നത് നിക്കോളാസ് രണ്ടാമനാണ്. സർ നിക്കോളാസ് രണ്ടാമനാണ്. അദ്ദേഹത്തിൻ്റെ പതനത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഫെബ്രുവരി വിപ്ലവം. മാർച്ച് 1917 റഷ്യയിലെ സിസാറിൻ്റെ പതനമാണ് ഫെബ്രുവരി വിപ്ലവം. 1917 മാർച്ചിലെ വിപ്ലവത്തിന് ശേഷം, മാർച്ചിലെ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി വിപ്ലവം ശേഷം റഷ്യയിലെ ഭരണാധികാരിയായത് കെരൻസ്കിയാണ്. ദെൻ ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ലെനിൻ. ജോലി ചെയ്യാത്തവർ ഭക്ഷിക്കില്ല, ഇത് ലെനിൻ്റെ വാക്കുകളാണ്. ദെൻ ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നീ പാർട്ടികൾ ഉണ്ടായത് ഏത് സംഘടന പിളർന്നപ്പോഴാണ്? ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നീ പാർട്ടികൾ ഉണ്ടായത് ഏത് സംഘടന പിളർന്നപ്പോഴാണ്? റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി പിളർന്നിട്ടാണ് ബോൾഷെവിക്കുകൾ, മെൻഷെവിക്കുകൾ എന്നീ പാർട്ടികൾ ഉണ്ടായത്. നെക്സ്റ്റ്, റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകനാണ് ലിയോ ടോൾസ്റ്റോയ്. നെക്സ്റ്റ്, റഷ്യൻ വിപ്ലവകാലത്ത് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? റഷ്യൻ വിപ്ലവകാലത്ത് തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെട്ടത് റാസ്പുട്ടിൻ. ദെൻ റഷ്യൻ വിപ്ലവകാലത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. റഷ്യൻ വിപ്ലവകാലത്ത് രാജ്യത്തിൻ്റെ തലസ്ഥാനം സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ്, രക്തരൂക്ഷിതമായ ഞായർ എന്ന ദുരന്തം റഷ്യയിൽ സംഭവിച്ച വർഷം. രക്തരൂക്ഷിതമായ ഞായർ എന്ന ദുരന്തം റഷ്യയിൽ സംഭവിച്ച വർഷം 1905 ആണ്. 1905 ജനുവരി 9 ഞായറാഴ്ച ജോർജ് ഗാപ്പർ എന്ന വൈദികൻ്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന പ്രകടനത്തിന് നേരെ റഷ്യൻ പട്ടാളം വെടിവെക്കുകയും ധാരാളം പേർ മരിക്കുകയും ചെയ്ത സംഭവമാണ് രക്തരൂക്ഷിത ഞായർ അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. എന്താണ്? 1905 ജനുവരി 9 ഞായറാഴ്ച ജോർജ് ഗാപ്പർ എന്ന വൈദികൻ്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന പ്രകടനത്തിന് നേരെ റഷ്യൻ പട്ടാളം വെടിവെക്കുകയും ധാരാളം പേർ മരിക്കുകയും ചെയ്ത സംഭവമാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിത ഞായറാഴ്ച. നെക്സ്റ്റ്, ആരുടെ യഥാർത്ഥ പേരാണ് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യാനോവ്? ആരുടെയാണ്? ലെനിൻ. നെക്സ്റ്റ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ ചക്രവർത്തിമാരുടെ ക്രൂരതകൾ പ്രമേയമാക്കിയ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഐസസ്റ്റീൻ. സർ ചക്രവർത്തിമാരുടെ ക്രൂരതകൾ പ്രമേയമാക്കിയ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ എന്ന സിനിമയുടെ സംവിധായകനാണ് ഐസസ്റ്റീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് റഷ്യൻ വിപ്ലവം 1917 റഷ്യൻ വിപ്ലവകാലത്തെ ഭരണാധികാരി ആരാണ്? സർ നിക്കോളാസ് രണ്ടാമൻ. മെൻഷെവിക്കുകളുടെ നേതാവ് കെരൻസ്കിയാണ്. ബോൾഷെവിക്കുകളുടെ നേതാവ് ലെനിനാണ്. ദെൻ റഷ്യൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയ സന്യാസിയാണ് റാസ്പുട്ടിൻ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്